ദൂരെ ഒരു ദേശത്ത് പീറ്റർ എന്ന പേരുള്ള പണക്കാരനായ വ്യാപാരി ഉണ്ടായിരുന്നു. അയാൾക്ക് 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, ഡെയ്സി, ഏപ്രിൽ, പിന്നെ ജെനി. 3 പേരില് ആരാണ് സുന്ദരി എന്നായിരുന്നു അവര് തമ്മില് പലപ്പോഴും ഉണ്ടാകാറുള്ള വഴക്ക്. ഞാൻ പുറത്തിറങ്ങുമ്പോ നാട്ടുകാരെല്ലാരും എന്നെയാണ് നോക്കുന്നത്. എനിക്കുള്ള സൗന്ദര്യം ഈ നാട്ടിൽ ആർക്കുമില്ല. നീ എപ്പോഴെങ്കിലും കണ്ണാടി നോക്കിയിട്ടുണ്ടോ? ഗിവളി മനുഷ്യർ ഉടുപ്പിട്ടതുപോലെ നിന്നെ കാണുമ്പോ തോന്നുന്നത്. ഏറ്റവും കൂടുതൽ സൗന്ദര്യം എനിക്കാണുള്ളത്. ഞാൻ ഏത് വസ്ത്രം ഉടുത്താലും അതെനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാന്ന് തോന്നൂ. ഞാനുമായിട്ട് താരതമ്യം ചെയ്താൽ നിങ്ങൾ രണ്ടുപേരും ഒന്നുമല്ല. നിങ്ങളെക്കാൾ കൂടുതൽ സൗന്ദര്യം വെളുപ്പും എനിക്കേ ഉള്ളൂ. നിങ്ങൾ എന്തു പറഞ്ഞാലും ഏറ്റവും കൂടുതൽ സൗന്ദര്യം എനിക്കാണ്. കുട്ടികൾ തമ്മിൽ എന്നും ഉണ്ടാകാറുള്ള വഴക്കും അവരിലുള്ള അഹങ്കാരം കാണുമ്പോ പീറ്ററിന് ഒരുപാട് വിഷമം ഉണ്ടായി. അയാൾ ഈ കാര്യമെല്ലാം അയാളുടെ ജോലിക്കാരനോട് പറഞ്ഞു. നിങ്ങൾ ഒരു പണി ചെയ്താ മതി സാറേ. നിങ്ങൾ ഇവിടെ ഒരു മത്സരം ഒരുക്കാൻ നോക്ക്. എന്ത് മത്സരം? ഭംഗിയുടെ മത്സരം സാറേ. മത്സരം എങ്ങനെ തയ്യാറാക്കണമെന്ന് പണിക്കാരൻ പീറ്ററെ പറഞ്ഞു മനസ്സിലാക്കിച്ചു. അടുത്ത ദിവസം നാട്ടുകാരോട് ഈ മത്സരത്തെ കുറിച്ച് കൊട്ടിഘോഷിക്കാൻ ആൾ അവിടെ എത്തി. എല്ലാവർക്കും കേൾക്കാൻ ഒരു അറിയിപ്പ്. ഈ വരുന്ന ഞായറാഴ്ച ഗ്രാമത്തിൽ ഭംഗിയുടെ മത്സരം നടക്കുന്നതായിരിക്കും. ഗ്രാമത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും. ആ മത്സരത്തിൽ ജയിക്കുന്ന പെൺകുട്ടി ഈ ഗ്രാമം മുഴുവനും സുന്ദരി എന്നറിയപ്പെടും. അത് മാത്രമല്ല 1000 സ്വർണ്ണ നാണയങ്ങളും അവർ ലഭിക്കുന്നതായിരിക്കും. മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അടുത്തുള്ള ഗ്രാമത്തിൽ പോയി അവിടുന്ന് തിരിച്ച് ഗ്രാമത്തിലേക്ക് വരേണ്ടി വരും. ജെനിക്കും ഏപ്രിലിനും ഡെയ്സിക്കും നടക്കാൻ പോകുന്ന ഈ സൗന്ദര്യ മത്സരത്തെ കുറിച്ച് അറിഞ്ഞപ്പോ 3 പേർക്കും സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. സൗന്ദര്യത്തിന്റെ പട്ടം എനിക്ക് തന്നെ കിട്ടും. നിന്നെ കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ മത്സരം ഞാൻ തന്നെ ആയിരിക്കും ജയിക്കുന്നത്. നിങ്ങളെ രണ്ടുപേരും ഈ മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കുന്ന നല്ലത്. കാരണം ഈ സൗന്ദര്യ മത്സരം ഞാനല്ലാതെ വേറെ ആർക്കും ജയിക്കാനാവില്ല. മത്സരം നടക്കുന്ന ദിവസം എല്ലാ പെൺകുട്ടികളും അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായി. ഈ മത്സരം വളരെ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുമല്ലോ. അടുത്തുള്ള ഗ്രാമത്തിൽ പോയി വന്നാൽ മാത്രം മതി. വഴി വെച്ച് എല്ലാ പെൺകുട്ടികളും ഒരു സ്ത്രീയെ കണ്ടു. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ പെൺകുട്ടികളും എന്റെ അരികിൽ വരൂ. ഓരോ പെൺകുട്ടികൾക്കും ഭംഗിയുള്ള ഒരു ഉടുപ്പ് കിട്ടും. ആ ഉടുപ്പ് നിങ്ങൾ ധരിക്കണം. ഡെയ്സിയും ഏപ്രിലും ജെനിയും പുതിയ ഡ്രസ്സ് കിട്ടിയപ്പം സന്തോഷിച്ചു. കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പം അവര് വഴി വെച്ച് ഒരു അന്ധനെ കണ്ടു. അയാളുടെ ദേഹം മുഴുവനും ചളിയായിരുന്നു. ഒന്ന് നിക്കണേ. നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒരു അന്ധനാണ്. ഞാൻ അറിയാതെ ചളിക്കകത്ത് വീണു. നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ കൈ പിടിച്ച് ഈ റോഡ് ഒന്ന് കടുക്കാൻ സഹായിക്കുമോ? നിങ്ങളെ സഹായിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ ദേഹം മുഴുവനും ചളിയാണ്. എന്റെ പുതിയ ഡ്രസ് അഴുക്കായി പോവും. ജെനിയും ഡെയ്സിയും ഏപ്രിലും ഇട്ടിരിക്കുന്ന ഉടുപ്പ് ചീത്തയാവുന്നുള്ള ഭയത്തില് ആ അന്ധനെ സഹായിക്കാൻ തയ്യാറായില്ല. അവര് കുറച്ചുകൂടെ മുന്നിലേക്ക് നടന്നു പോയപ്പം അവര് ഒരാളെ കണ്ടു. അയാള് മിഠായി വിതരണം ചെയ്യുമായിരുന്നു. പങ്കെടുക്കുന്ന എല്ലാവരും ഇങ്ങ് വരൂ. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രുചിയുള്ള മുട്ടായി കൊണ്ടുപോകാം. പക്ഷെ ഈ മുട്ടായി നിങ്ങൾക്ക് വഴിയിൽ നടന്നു പോകുമ്പോ മാത്രമേ കഴിക്കാൻ പറ്റൂ. എനിക്ക് ഭയങ്കര വിശപ്പ്. നല്ല ആഹാരം കഴിക്കാൻ കിട്ടിയത് നന്നായി. നമ്മള് ഒരുപാട് മുട്ടായി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോന്ന് അറിഞ്ഞൂടല്ലോ. ഏപ്രിലും ഡെയ്സിയും ജെനിയും അവർക്ക് ഇഷ്ടപ്പെട്ട മുട്ടായി അവിടുന്ന് എടുത്തു. എന്നിട്ട് കഴിച്ചോണ്ട് മുന്നിലേക്ക് പോയി. വഴിയിൽ അവര് ഒരു ഭിക്ഷക്കാരനെ കണ്ടു. മോളെ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാമോ? എനിക്ക് നല്ല വിശപ്പുണ്ട് മോളെ. കഴിഞ്ഞ 7 ദിവസമായിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇത്രയും നല്ല മുട്ടായി എനിക്ക് ആർക്കും കൊടുക്കാനാവില്ല. ഓരോ വഴിപോക്കന്മാർ ഇവിടെ അങ്ങ് വന്നോളും. ഡെയ്സിയും ഏപ്രിലും ജെനിയും അവരുടെ കയ്യിരുന്ന മുട്ടായി ഇഷ്ടപോലെ കഴിച്ചു. ആ ഭിക്ഷക്കാരന് ഒന്നും കൊടുത്തുമില്ല. കുറച്ചു നേരത്തിന് ശേഷം പങ്കെടുക്കുന്ന എല്ലാവരും അടുത്ത ഗ്രാമത്തിലെത്തി. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും കാട്ടിലുള്ള വഴിയിലൂടെ 1 മണിക്കൂറിനകം അവരുടെ ഗ്രാമത്തിൽ തിരിച്ചു മടങ്ങണം. പെട്ടെന്നാകട്ടെ, വേഗം നടക്കൂ. ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ 1 മണിക്കൂറിനകം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമത്തിലെത്തണം. ഏപ്രിലും ഡെയ്സിയും ജെനിയും വളരെ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. കാട്ടിനകത്ത് മണൽ കുഴിക്കകത്ത് കുടുങ്ങിയ ഒരാളെ അവര് 3 പേരും കണ്ടു. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണേ. ഞാൻ ഈ മണൽ കുഴിയിൽ കുടുങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും ഓടി വന്ന് ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ സഹായിക്കൂ. ഞാൻ ഇയാളെ സഹായിക്കാൻ ഇവിടെ നിന്നാ പിന്നെ നമ്മുടെ ഗ്രാമത്തിൽ വൈകി എത്തും. എന്നിട്ട് ആ മത്സരത്തിൽ ഞാൻ തോൽക്കും. ഡെയ്സിയും ജെനിയും ഇത് തന്നെയാണ് ചിന്തിച്ചത്.
അവരിൽ ഒരാള് പോലും അയാളെ സഹായിച്ചില്ല. 3 പേരും വേഗത്തിൽ മുന്നിലേക്ക് നടന്നു. ഏപ്രിലും ഡെയ്സിയും ജെനിയോടൊപ്പം മത്സരത്തിൽ പങ്കെടുത്ത മറ്റേ കുട്ടികളും 1 മണിക്കൂറിനകം ഗ്രാമത്തിലെത്തി. മാഗലീൻ എന്ന പേരുള്ള ഒരു കുട്ടി മാത്രമാണ് വൈകി ഗ്രാമത്തിലെത്തിയത്. മത്സരം ഇവിടെ വെച്ച് തീരുന്നതാണ്. എന്നിട്ട് ഈ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് മാഗലീൻ ആണ് ഈ ഗ്രാമത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി. ഏപ്രിലിനും ഡെയ്സിക്കും ജെനിക്കും മാഗലീൻ ജയിച്ച കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 3 പേരും കരഞ്ഞോണ്ട് അവരുടെ വീട്ടിലെത്തി. എന്ത് പറ്റി മക്കളെ, എന്തിനാ കരയുന്നേ? അച്ഛാ, ഞങ്ങള് 3 പേരിൽ ഒരാള് പോലും സൗന്ദര്യ മത്സരം ജയിച്ചില്ല. കാണാൻ സാധാരണമായ മാഗലീൻ ഏറ്റവും സുന്ദരി എന്ന പട്ടം എങ്ങനെ ജയിച്ചു? മോളെ, സൗന്ദര്യം മുഖത്തല്ല ഉള്ളത്, അത് നമ്മുടെ പുണ്യത്തിലാണ് അറിയുന്നത്. പുണ്യെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസങ്ങൾ എന്താണ്. നിങ്ങളുടെ തുണി അഴുക്കാവുന്നുള്ള പേടി കാരണം നിങ്ങൾ 3 പേരും ആ അന്ധനായ മനുഷ്യനെ സഹായിക്കാൻ നിന്നില്ല. പക്ഷെ മാഗ്ലീൻ ആണെങ്കിലോ അവളുടെ തുണിയെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ആ അന്ധനെ റോഡ് മറികടക്കാൻ സഹായിച്ചു. നിങ്ങളുടെ വിശപ്പിനെ കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ. നിങ്ങൾ ഭിക്ഷക്കാരന് കഴിക്കാൻ ഒന്നും കൊടുത്തില്ല. പക്ഷെ മാഗ്ലീൻ ആണെങ്കിലോ അവളുടെ കയ്യിലിരുന്ന മുട്ടായി മുഴുവനും അയാൾക്ക് കൊടുത്തു. നിങ്ങൾ 3 പേരും കാട്ടിലെ മണൽ കുഴിയിൽ കുടുങ്ങി കിടക്കുന്ന അയാളെ സഹായിക്കാൻ പോലും നിന്നില്ല. കാരണം നിങ്ങൾ എല്ലാവർക്കും മത്സരം ജയിക്കാനുള്ള ഭ്രാന്തായിരുന്നു. പക്ഷെ മാഗ്ലീൻ ആണെങ്കിലോ മത്സരം ജയിക്കുന്നതിനെ കുറിച്ച് ഒന്നും ആലോചിക്കാതെ ആ മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചു. മാഗ്ലീന്റെ മനസ്സിന് നല്ല ഭംഗിയുണ്ട്. അവളുടെ വിശ്വാസങ്ങൾ സുന്ദരമായിരുന്നു. അതുകൊണ്ടാണ് സുന്ദരി എന്നുള്ള പട്ടം അവൾക്ക് കൊടുത്തത്. അന്ന് ഏപ്രിലിനും ജെന്നിക്കും ഡെയ്സിക്കും അവര് ചെയ്ത തെറ്റെന്താന്ന് മനസ്സിലായി. അതിനുശേഷം അവർ തമ്മിലുള്ള വഴക്ക് എന്നേക്കുമായി നിന്നു. രാഷിക ജനിച്ചത് മൂക്കില്ലാതെയായിരുന്നു. പക്ഷേ ഈ വിവരം അവളുടെ കുടുംബമല്ലാതെ മറ്റാരും അറിയില്ലായിരുന്നു. രാഷികയുടെ അമ്മയും അച്ഛനും അവളുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. ഈ പെണ്ണ് ആരോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? അത് കാരണം അവൾക്ക് മൂക്കില്ലാതെ പോയി. ഇനി ഇവളുടെ വിവാഹം എങ്ങനെ നടക്കും? അമ്മേ, ഇവൾക്ക് വേണ്ടി മൂക്ക് മുറിഞ്ഞൊരു ചെറുക്കനെ ആയിരിക്കും അന്വേഷിക്കേണ്ടത്. വിവാഹത്തിനെ കുറിച്ചുള്ള പേടിയൊന്നും വേണ്ട. രാം സ്വരൂപ് അയാളുടെ മകനെ വിവാഹം കഴിപ്പിക്കാൻ തയ്യാറാണ്. അയാൾക്ക് 5 ലക്ഷം രൂപ മാത്രം മതി. പെൺകുട്ടി എങ്ങനെ ആയാലും വിവാഹം കഴിച്ചോളൂ. ഇനി അവരുടെ ചെറുക്കൻ ഇവളിൽ കുറവുണ്ടെന്ന് പറഞ്ഞാലോ? അയാളുടെ മകന് അയാളെ ശരിക്കും പേടിയാണ്. അച്ഛൻ എടുക്കുന്ന തീരുമാനത്തിനെ എതിർക്കാനൊന്നും ആ ചെറുക്കനെ കൊണ്ട് കഴിയില്ല. 1 പ്രാവശ്യം ഈ വിവാഹം നടന്നാ പിന്നെ നടന്നത് തന്നെ. അടുത്ത ദിവസം രാം സ്വരൂപ് അയാളുടെ മകനോടൊപ്പം രാഷികയുടെ വീട്ടിൽ വന്നു. രാഷിക അവളുടെ മുഖം മുഴുവനും മൂടിയിട്ടുണ്ടായിരുന്നു. അതെ ചേട്ടാ, 5 ലക്ഷമാണ് നിങ്ങൾ തരാൻ പോകുന്നെന്നുണ്ടെങ്കിൽ ഈ ബന്ധം ഞങ്ങൾക്ക് സമ്മതമാ. സത്യത്തിൽ എനിക്ക് 5 ലക്ഷം രൂപ ശരിക്കും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ മകനെ വിവാഹം കഴിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. അച്ഛാ, എനിക്ക് ഈ പെൺകുട്ടിയുടെ മുഖം ഒന്ന് കാണണം. നിനക്കെന്താടാ, ഭ്രാന്തായോ? എല്ലാവരുടെ മുമ്പിൽ പെൺകുട്ടി നാണിച്ചായിരിക്കുന്നേന്നൊന്നും നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ നമുക്കിതുപോലത്തെ അടുക്കവും ഒതുക്കവും നാണമൊക്കെ ഉള്ള കുട്ടിയല്ലേ വേണ്ടത്? ചെറുപ്രായത്തില് എന്റെ വിവാഹം നിന്റെ അമ്മയോട് നടന്നപ്പോഴും ഞാൻ നിന്റെ അമ്മയുടെ മുഖം ഒന്നും കണ്ടില്ല. രാഷികയുടെ വിവാഹം രാം സ്വരൂപിന്റെ മകൻ രമനുമായിട്ട് നടന്നു. രാഷിക അവളുടെ ഭർത്താവിന്റെ വീട്ടിലും അവളുടെ മുഖം മുഴുവനും മൂടുമായിരുന്നു. രമൻ എങ്ങനെയെങ്കിലും ആ തുണി മാറ്റാൻ ശ്രമിച്ച രാഷിക എന്തെങ്കിലും ഒരു ഒഴിവ് പറഞ്ഞ് അവിടുന്ന് പോകുമായിരുന്നു. ഋഷിക, ഇന്ന് വീട്ടിൽ ആരുമില്ല. ഇന്നെങ്കിലും നീ നിന്റെ മുഖം ഒന്ന് കാണിക്ക. അത് അച്ഛൻ അധികം ദൂരം ഒന്നും പോയിട്ടില്ല. അടുത്താണ് പോയത്. ഇപ്പൊ തന്നെ എത്തും. ഇനി തലവഴി മൂടാന്ന് നിൽക്കുന്ന കണ്ടാ പിന്നെ അദ്ദേഹം ഒരുപാട് വഴക്ക് പറയും. രാഷിക വെള്ളം നിറയ്ക്കാൻ കിണറ്റിന്റെ അരികിൽ പോകുമ്പോ ഗ്രാമത്തിലെ സ്ത്രീകൾ അവളെ ഒരുപാട് കുറ്റം പറയും. മോളെ, നീ ഈ ഗ്രാമത്തിൽ വന്ന് ഒരുപാട് ദിവസങ്ങളായില്ലേ? ഇന്ന് വരെ ഈ ഗ്രാമത്തിലെ ആരും നിന്റെ മുഖം കണ്ടിട്ടില്ല. എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ നാണിക്കുന്നേ? അത് പിന്നെ ഞാൻ മരുമകളല്ലേ. മുഖം മറയ്ക്കാതെ എങ്ങനെയാ നടക്കാൻ കഴിയ? അങ്ങനെ നാണമില്ലാതെ നടക്കാനൊന്നും എന്റെ വീട്ടില് അമ്മയും അച്ഛനും എന്നെ പഠിപ്പിച്ചിട്ടില്ല. നാട്ടുകാർ രമനെ കളിയാക്കുമായിരുന്നു. അല്ല രമൻ ചേട്ടാ, ഈ ജന്മമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ മുഖം കാണാൻ പറ്റുമോ അതോ ഇല്ലയോ? എടോ, ഇതിലെന്തോ പ്രശ്നം ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടല്ലേ ഇവന്റെ ഭാര്യ ആരെയും മുഖം കാണിക്കാത്തത്. അല്ല, ഇത്രയും ദിവസമായിട്ടും ആരെങ്കിലും അവരുടെ മുഖം ഒളിപ്പിച്ചു വെക്കുവോ? നാട്ടുകാര് പറയുന്ന കേട്ടപ്പോ ഇപ്പോ രമനും സംശയം തോന്നി. ഇന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് രസികയുടെ തലവഴി ഇട്ടിരിക്കുന്ന തുണി മാറ്റും. രമൻ അന്ന് രാത്രി നല്ല ഉറക്കത്തിലാന്ന പോലെ അഭിനയിച്ചു. പക്ഷെ ഉറങ്ങിയില്ല.
അയാൾ എഴുന്നേറ്റ് നോക്കിയപ്പം രാശിക നല്ല ഉറക്കത്തിലായിരുന്നു. രമൻ രാശികയുടെ തലവഴി മറിച്ചിരുന്ന തുണി മാറ്റി. രമന് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അല്ലേ, ഇവളുടെ മൂക്ക് പോലും ഇല്ലല്ലോ. ഇവളുടെ വീട്ടുകാർ എന്നെ ശരിക്കും പറ്റിച്ചു. അടുത്ത ദിവസം രമൻ ഈ കാര്യമെല്ലാം അവന്റെ അച്ഛനോട് പറയുന്നു. അച്ഛാ, മൂക്കില്ലാത്ത ഒരു പെൺകുട്ടിയുമായിട്ടാണ് എന്റെ വിവാഹം നടന്നത്. രശിക്കയുടെ കുടുംബം നമ്മളെ ചതിച്ചതാണ്. എടാ, നിനക്കിപ്പോ അവളുടെ മൂക്കുമായിട്ട് എന്താ ബന്ധമുള്ളത്? സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞ് രശികയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചതും ഇപ്പൊ ചെലവായി പോയല്ലോ. ഇനി ഇപ്പൊ നിന്റെ ഭാര്യയ്ക്ക് ഭംഗി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവളോടൊപ്പം തന്നെ ജീവിക്കേണ്ടി വരും. അല്ലെങ്കിലും നീ പണിക്ക് പോകുന്ന ആളൊന്നും അല്ലല്ലോ. നിന്റെ വിവാഹം കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാ. ഇല്ലെങ്കിൽ നിന്നെ പോലൊരു ചെറുക്കന് ആരാണ് 5 ലക്ഷം രൂപ തരാൻ പോകുന്നത്? രമൻ അച്ഛൻ പറയുന്ന കാര്യത്തിലൊന്നും എതിർപ്പ് കാണിച്ചില്ല. പക്ഷെ ഇനി രാശികയുമായിട്ട് ഒരു ബന്ധവും വെക്കില്ലെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോളൂ. എനിക്ക് ആഹാരം കഴിക്കാൻ താല്പര്യമില്ല, അത് കളഞ്ഞേര്. രമന്റെ ഭാര്യയ്ക്ക് മൂക്കില്ല എന്നുള്ള വിവരം ഗ്രാമത്തിലെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇത് കാരണം രമന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. കാരണം പുറത്തിറങ്ങിയ ആൾക്കാർ ഈ കാരണവും പറഞ്ഞുകൊണ്ട് അവനെ ഒരുപാട് കളിയാക്കുമായിരുന്നു. രമൻ, കഴിഞ്ഞ ജന്മത്തിലെ നിന്റെ ഭാര്യ രാവണന്റെ പെങ്ങള് ശൂർപ്പണഖ ആയിരുന്നായിരിക്കും. ഇങ്ങനെ മൂക്ക് മുറിഞ്ഞ ഒരു പെണ്ണ് നിന്റെ ഭാര്യയായിട്ട് വന്ന നിന്റെ നിർഭാഗ്യം തന്നെ. ഈയിടെയാണ് എന്റെ മകന്റെ വിവാഹം കഴിഞ്ഞത്. നല്ല ഭംഗിയുള്ള ഒരു മരുമകളെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. രാത്രി രമൻ തിരിച്ചു വീട്ടിലെത്തിയപ്പം രാശിക അവനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. എന്റെ മുഖത്ത് മൂക്കില്ല. വേണമെങ്കിൽ ഞാനൊരു വേലക്കാരിയെ പോലെ ഈ വീട്ടിൽ കഴിഞ്ഞോളാം. ഞാൻ നിങ്ങളെ ഏത് രീതിയിലും സഹായിക്കാം. എനിക്ക് 2 നേരത്തെ ആഹാരം തന്നാ മാത്രം മതി. ഞാൻ നിങ്ങളുടെ മുറിക്കകത്തും വരാൻ പോകുന്നില്ല. വീടിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ കഴിഞ്ഞോളാം. നീ ഇനി എന്റെ മുമ്പിൽ വരരുത്. എനിക്ക് നിന്റെ മുഖം കാണുന്നത് തന്നെ അർപ്പാണ്. രാശിക വീട് വിട്ടിറങ്ങിപ്പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ലോകം മുഴുവനും ഒരു പകർച്ചവ്യാധി പടർന്നു. അസുഖം ഉണ്ടാക്കുന്ന കൃമികൾ മൂക്ക് വഴിയായിരുന്നു ശരീരത്തിൽ പ്രവേശിക്കുന്നത്. രമനും അവന്റെ കുടുംബത്തിനും ഈ പകർച്ചവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. രാശികയ്ക്ക് മൂക്കില്ലാത്തതുകൊണ്ട് ഈ അസുഖം ബാധിച്ചില്ല. രമന് തീരെ സുഖമില്ല എന്നുള്ള വിവരം രാശിക അറിഞ്ഞപ്പോ അവള് ഭർത്താവിനെ കാണാൻ അവന്റെ വീട്ടിലോടിയെത്തി. അവള് രമനും അവന്റെ കുടുംബത്തെയും ഒരുപാട് സഹായിച്ചു. അത് മാത്രമല്ല, ഗ്രാമത്തിൽ അസുഖം ബാധിച്ച എല്ലാവരെയും അവൾ സഹായിച്ചു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് രമൻ സുഖം പ്രാപിച്ചു. നീ എന്നോട് ക്ഷമിക്കണം രക്ഷിക. നിനക്ക് താമസിക്കാൻ ഈ വീട്ടിലൊരു സ്ഥാനം പോലും തന്നില്ല. പക്ഷെ ഈ സമയത്ത് നീ എന്നെ സഹായിച്ചു. നിങ്ങളോട് ക്ഷമ ചോദിക്കേണ്ടത് ഞാനും എന്റെ കുടുംബവും അല്ലേ? കാരണം ഞാൻ എന്റെ മുഖം കാണിക്കാതെയാണ് നിങ്ങളെ വിവാഹം കഴിച്ചത്. ഗ്രാമത്തിലെ സർപഞ്ച് രാശികയ്ക്ക് സമ്മാനം കൊടുത്തു. കാരണം പകർച്ചവ്യാധി ഉള്ള സമയത്താണ് അവള് ആൾക്കാരെ സഹായിച്ചത്. രമൻ ഇപ്പൊ രാശികയോടൊപ്പം സന്തോഷപൂർവ്വം കഴിഞ്ഞു. കാരണം അവന് മനസ്സിലായി നടക്കുന്നതെല്ലാം എപ്പോഴും നല്ലതിനു വേണ്ടിയാണ്. ഇനി മറ്റേ ആൾക്കാരെ പോലെ രാശികയ്ക്കും മൂക്കുണ്ടായിരുന്നെങ്കിൽ ചിലപ്പം അവൾക്കും അസുഖം ബാധിക്കും. എന്നിട്ട് ആ സമയത്ത് അവനെ നോക്കാൻ ആരും ഉണ്ടാകില്ല. പണ്ട് ദൂരെ ഒരിടത്ത് മനോഹർപൂർ എന്നൊരു ഗ്രാമത്തിൽ മീന എന്നൊരു അലക്കുകാരിയുണ്ടായിരുന്നു. മീനയ്ക്ക് 2 മക്കളുണ്ടായിരുന്നു, ജയന്തിയും ബാലയും. ജയന്തി, സോപ്പ് തീർന്നു. പണ്ഡിച്ചിയുടെ കടയിൽ നിന്നും തുണി അലക്കാനുള്ള ഒരു സോപ്പ് വാങ്ങിച്ചോണ്ട് വരുമോ? ബാല, ചെല്ല്, കടയിൽ നിന്നും അലക്കാനുള്ള സോപ്പ് വാങ്ങിച്ചോണ്ട് വാ. നീ എന്താ അന്തയാണോ? ഞാനിവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് കാണുന്നില്ലേ? അമ്മ നിന്നോടല്ലേ പറഞ്ഞത് പോയി വാങ്ങിക്ക്. ഞാൻ എന്റെ തലയിൽ മെഹന്തി ഇട്ട് വെച്ചിരിക്കുകയാണ്. മാത്രമല്ല എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതുണ്ട്. ഞാൻ കുളിച്ച് റെഡിയാവട്ടെ. മാർക്കറ്റിൽ എനിക്കും കൂടി പോകേണ്ടതുണ്ട്. നിങ്ങൾ രണ്ടും വഴക്കുണ്ടാക്കുന്നതൊന്ന് നിർത്താമോ? അവസാനം ബാല തന്നെ കടയിൽ സോപ്പ് വാങ്ങിക്കാൻ പോയി. വൈകുന്നേരമായപ്പോൾ മീന 2 മക്കളെയും കൂട്ടി മാർക്കറ്റിൽ പോയി. ഒരു ചെരുപ്പ് കട കണ്ടപ്പോൾ ജയന്തി അവിടെ നിന്നു. അവൾക്ക് അവിടെ ഉണ്ടായിരുന്ന റോസ് കളർ ചെരുപ്പ് വളരെയധികം ഇഷ്ടപ്പെട്ടു. അമ്മേ, എനിക്ക് ആ ചെരുപ്പ് വാങ്ങിക്കണം. മോളെ, ഇപ്പോൾ എന്റെ കയ്യിൽ പൈസയില്ല. നീ 1 മാസം ക്ഷമിക്കേ. ദീപാവലിയാണ് വരാൻ പോകുന്നത്. ഒരുപാട് വസ്ത്രങ്ങൾ അലക്കാൻ കിട്ടും. അടുത്ത മാസം നിനക്ക് ചെരുപ്പുകൾ ഞാൻ വാങ്ങിച്ചു തരാം. പറ്റില്ല അമ്മേ, എനിക്ക് ഇപ്പോൾ തന്നെ വാങ്ങിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരില്ല. 1 മാസം ക്ഷമിച്ചാൽ നിനക്ക് എന്താ പ്രശ്നം ജയന്തി? നിനക്ക് വേണമെങ്കിൽ എന്റെ ചെരുപ്പെടുത്തോ. ഈ തല്ലിപ്പൊളി ചെരുപ്പ് എനിക്ക് വേണ്ട. എനിക്ക് 1 മാസം ഒന്നും കാത്തിരിക്കാൻ പറ്റില്ല. ആ റോസ് കളർ ചെരുപ്പ് എനിക്ക് ഇപ്പൊ തന്നെ വേണം. മീന ആ കടക്കാരനോട് കടം പറഞ്ഞ് അവൾക്ക് ആ റോസ് നിറമുള്ള ചെരുപ്പ് തന്നെ വാങ്ങിച്ചു കൊടുത്തു. ബാല, അവൾ ഒരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചു. നീയും ഒരു ജോഡി വാങ്ങിച്ചോ.
വേണ്ട അമ്മേ, അടുത്ത മാസം ഞാൻ വാങ്ങിക്കാം. വീട്ടിൽ ഉപ്പ് തീർന്നുപോയി, നമുക്കിപ്പോൾ അത് വാങ്ങിക്കാം. ജയന്തിയും നിന്നെ പോലെ ആയിരുന്നെങ്കിലോ? കാലം മുന്നോട്ട് പോകുന്തോറും മീനയുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരുന്നു. മീനയുടെ 2 മക്കളും കല്യാണപ്രായമെത്തി. മീന അവരുടെ 2 മക്കൾക്കും വിവാഹം ഉറപ്പിച്ചു. കല്യാണത്തിന് മുൻപ് മീനയ്ക്ക് വലിയൊരു രോഗം പിടിപെട്ടു. അവർക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിച്ചിരുന്നില്ല. അവർ മക്കളെ തന്റെ അടുക്കിലേക്ക് വിളിപ്പിച്ചു. മക്കളെ, നിങ്ങളുടെ വിവാഹം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള സമ്മാനങ്ങൾ ഞാൻ നൽകാൻ പോവുകയാണ്. മീന ജയന്തിക്ക് നല്ലൊരു സാരിയും ബാലയ്ക്ക് ഒരു പാത്രം ഉപ്പും കൊടുത്തു. അവൾ പെട്ടെന്ന് മരിച്ചു. അമ്മ എനിക്ക് മനോഹരമായ സാരിയാണ് നൽകിയത്. നിനക്കോ ഒരു പാത്രം ഉപ്പോ? നിനക്ക് ഇതിനെ അർഹതയുള്ളൂ. ഉപ്പാണെങ്കിൽ എന്താ, അമ്മയല്ലേ തന്നത്. അതുകൊണ്ട് എനിക്കിത് വളരെ വിലപ്പെട്ടതാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജയന്തിയുടെയും ബാലയുടെയും വിവാഹം കഴിഞ്ഞു. 2 പേരുടെയും ഭർത്താക്കന്മാർ ഭാര്യ വീട്ടിൽ തന്നെയായിരുന്നു. 2 മക്കളും വീടിന്റെ ഓരോ ഭാഗത്തായി താമസം തുടങ്ങി. ഒരു ദിവസം ബാല മുറി വൃത്തിയാക്കുകയായിരുന്നു. അവളുടെ അമ്മ സമ്മാനമായി കൊടുത്ത ഉപ്പുപാത്രം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ഇതുവരെ ഈ പാത്രം തുറന്നുപോലും നോക്കിയില്ല. ഇതിൽ നിന്ന് കുറച്ച് ഉപ്പെടുത്ത് ഉപയോഗിക്കാം. ബാല ഉപ്പുപാത്രം തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു കടലാസ് ഉണ്ടായിരുന്നു. ഇത് സാധാരണ ഉപ്പല്ല മോളെ. ഇത് ഏതെങ്കിലും ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രത്തിലിട്ട് അടച്ചു വെക്കണം. അതിനുശേഷം 5 മിനിറ്റ് മനസ്സിൽ നീ ഉണ്ടാക്കാൻ പോകുന്ന ഭക്ഷണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം. 5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നാൽ ആ ഭക്ഷണം റെഡിയായിരിക്കുന്നത് കാണാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 5 മിനിറ്റിന് മുമ്പ് ഒരു കാരണവശാലും തുറന്നു പോകരുത്. ബാല അവളുടെ അമ്മ കൊടുത്ത മാന്ത്രിക ഉപ്പ് പരീക്ഷിച്ചു നോക്കി. അവൾ പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അടച്ചു വെച്ചു. പിന്നീട് അവൾ 5 മിനിറ്റ് നേരത്തേക്ക് അവൾ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. 5 മിനിറ്റിന് ശേഷം അവൾ പാത്രം തുറന്നു നോക്കിയപ്പോൾ നല്ല ചൂടുള്ള പലഹാരം റെഡി. ബാലയുടെ ഭർത്താവ് ഒരു വീട് പണിക്കാരനായിരുന്നു. ബാല ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങൾ മേസ്ത്രിപ്പണി ഉപേക്ഷിച്ച് ഹലുവ ഉണ്ടാക്കാൻ തുടങ്ങൂ. പക്ഷെ എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. എന്റെ കയ്യിൽ അമ്മയുടെ മാന്ത്രിക ഉപ്പുണ്ട്. മാന്ത്രിക ഉപ്പിന്റെ സഹായത്തോടെ ബാലയുടെ ഭർത്താവ് ഹലുവയുണ്ടാക്കി കുറേ പണം സമ്പാദിച്ചു. ബാലയുടെ വീട്ടിൽ നിന്നും സ്വാദിഷ്ടമായ പലഹാരങ്ങളുടെ മണം അടിച്ചപ്പോൾ ജയന്തിക്ക് അസൂയ തോന്നി. ബാല എങ്ങനെയാണ് ഇത്രയും രുചിയേറിയ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു ദിവസം ജയന്തി ബാലയുടെ ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്നു. ബാല മാന്ത്രിക ഉപ്പ് ഉപയോഗിക്കുന്നത് അവൾ കണ്ടുപിടിച്ചു. അത് ശരി, അപ്പോൾ അമ്മ നിനക്ക് മാന്ത്രിക ഉപ്പാണല്ലേ നൽകിയത്? എനിക്കോ വളരെ മോശപ്പെട്ട ഒരു സാരിയും. ഈ ഉപ്പ് കുറച്ചു ദിവസത്തേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. നീ കുറെ പലഹാരം കഴിച്ചതല്ലേ, ഇനി ഞാനും കുറച്ച് കഴിക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ജയന്തി. 5 മിനിറ്റിന് മുമ്പ് മൂടി ഒരിക്കലും തുറക്കരുത്. ജയന്തി മാന്ത്രിക ഉപ്പ് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു പാത്രത്തിൽ ഉപ്പിട്ട ശേഷം അവൾ അത് മൂടി വെച്ചു. ജയന്തി ഗുലാബ് ജാമിനെ കുറിച്ചാണ് ആലോചിച്ചത്. പക്ഷേ 5 മിനിറ്റ് നേരം അവൾക്ക് കാത്തു നിൽക്കാൻ സാധിച്ചില്ല. എത്ര നേരമായി. ഇപ്പൊ എന്തായാലും ഗുലാബ് ജാമുൻ തയ്യാറായി കാണും. ജയന്തി 5 മിനിറ്റിന് മുമ്പ് തന്നെ പാത്രത്തിന്റെ അടപ്പ് തുറന്നു. പാത്രത്തിൽ നിന്ന് ഭയാനകമായ 2 സർപ്പങ്ങൾ പുറത്തേക്ക് വന്നു. അവ ജയന്തിയെ കടിച്ചു. കുറച്ചു നേരത്തിന് ശേഷം ജയന്തിയുടെ ഭർത്താവ് വന്ന് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വളരെ പ്രയാസപ്പെട്ടാണ് ജയന്തിയുടെ ജീവൻ രക്ഷപ്പെട്ടത്. അമ്മ ചെയ്തത് വളരെ ശരിയാണ് ബാല. എനിക്കും നിന്റെ അത്ര ക്ഷമയുണ്ടായിരുന്നെങ്കിൽ. അമ്മയ്ക്ക് അറിയാമായിരുന്നു എനിക്ക് ഒട്ടും ക്ഷമയില്ലെന്ന്. അതുകൊണ്ടാണ് മാന്ത്രിക ഉപ്പ് അമ്മ എനിക്ക് തരാഞ്ഞത്. നീയാണ് ഇതിന്റെ യഥാർത്ഥ അവകാശി. ഇന്ന് വിദ്യയുടെയും മനോജിന്റെയും വിവാഹ വാർഷികമായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞെന്ന് 1 വർഷമാകുന്നു. ഇന്നത്തെ ദിവസമെങ്കിലും എന്തെങ്കിലും നല്ലതുണ്ടാക്കണ്ടേ? ആഹാരത്തിനാണെങ്കിൽ ഉപ്പും പുളിയും പോലുമില്ല. ഇതിനേക്കാളും നല്ലത് ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കുന്നതായിരുന്നു. ഇന്ന് നല്ല ആഹാരം ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. ശ്രമിച്ചാൽ മാത്രം മതിയോ? നല്ല ആഹാരം ഉണ്ടാക്കണ്ടേ? അത് പിന്നെ എന്നോട് ക്ഷമിക്കൂ. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം. അതൊന്നും വേണ്ട വിദ്യ, ഞാനൊന്നും കഴിക്കാതെ കിടന്നോളാം. നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് പ്ലീസ്. അടുത്ത ദിവസം രാവിലെ മനോജ് ഓഫീസിൽ പോകാൻ റെഡിയാവുമ്പോൾ വിദ്യയോട് പറഞ്ഞു, നീ ഇനി ടിഫിനൊന്നും എടുക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ നീ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഡസ്റ്റ്ബിനിൽ കളയാറാണ് പതിവ്. അത് മാത്രമല്ല, പ്രിയങ്കയും ഞാനും ഇന്ന് പുറത്തുനിന്ന് ആഹാരം കഴിക്കാൻ പോവാണ്. വിദ്യയ്ക്ക് ഒരുപാട് വിഷമമുണ്ടായി. അവളുടെ അമ്മ വന്ന് അവളോട് സംസാരിച്ചു. അമ്മേ, ഞാൻ സത്യമായിട്ടും ശ്രമിക്കുന്നുണ്ട് നല്ല ആഹാരം ഉണ്ടാക്കാൻ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒന്നും മനോജിന് ഇഷ്ടപ്പെടാറില്ല.
ഈ കാര്യത്തില് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ അറിയുന്നില്ലല്ലോ ഒരു സ്ത്രീക്ക് വീട്ടിൽ ചെയ്യാൻ ഒരുപാട് പണിയുണ്ടെന്നുള്ളത്. ഒരു സ്ത്രീ ആവുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഹാരം ഉണ്ടാക്കിയാൽ മതിയെന്ന അവന്റെ വിചാരം. വിദ്യയും അവളുടെ അമ്മായിയമ്മയും കൂടി ആഹാരം ഉണ്ടാക്കി. പക്ഷേ അന്ന് മനോജ് ഓഫീസിൽ നിന്നും തിരിച്ചു വന്നില്ല. വിദ്യയും അവളുടെ അമ്മായിയമ്മയും മനോജിന് വേണ്ടി കാത്തിരുന്ന് അവിടെ തന്നെ ഇരുന്നുറങ്ങി. അടുത്ത ദിവസം രാത്രിയിലാണ് മനോജ് വന്നത്. മോനെ, നീ ഇതാരോടും ഒന്നും പറയാതെ എവിടെയാണ് പോയത്? പ്രിയങ്കയുടെ ഒപ്പമായിരുന്നു. ഞങ്ങൾ ആഹാരം പുറത്തു നിന്ന് കഴിച്ചു. അതുകൊണ്ടാ ഇത്രയും ലേറ്റ് ആയത്. പിന്നെ ഞാൻ എന്തിനാ വീട്ടിലേക്ക് വരുന്നത്? ആഹാരം ഞാൻ അവളോടൊപ്പം കഴിച്ചതാ. മനോജ് അയാളുടെ മുറിയിൽ പോയി ഉറങ്ങി. വിദ്യ അടുക്കളയിലിരുന്ന് ഒരുപാട് കരഞ്ഞു. അവളുടെ അമ്മായിയമ്മ ഒരുപാട് ദുഃഖത്തോടെ അവളുടെ അരികിലേക്ക് വന്നു. മോളെ, നീ എന്നോട് ക്ഷമിക്കേ. ഞാൻ അവനെ വളർത്തിയതിൽ എന്തെങ്കിലും തെറ്റ് കാണും. അതുകൊണ്ടല്ലേ ഈ ചെറുക്കൻ നാണവും മാനവും മര്യാദയും ഇല്ലാതെ ഇങ്ങനെ വളർന്നത്. എന്റെ ദൈവമേ, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ ഇനി എന്തു ചെയ്യും? എന്നെങ്കിലും ഒരു ദിവസം അവന് നമ്മളെ മനസ്സിലാകും. എന്റെ അന്നപൂർണമാതേ, ഇനി നിങ്ങൾ തന്നെ എന്നെ അനുഗ്രഹിക്കണം. ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ എന്റെ ഭർത്താവിന് സന്തോഷം കിട്ടട്ടെ. അദ്ദേഹം ഞങ്ങളെ വിട്ട് എങ്ങും പോകരുത്. വിദ്യയുടെ അടുപ്പിന്റെ അരികിലെ മസാലയുള്ള ഒരു പാത്രം പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അടുപ്പിൽ നിന്നൊരു ഒച്ച കേട്ടു. വിദ്യ, ഉണ്ടാക്കുന്ന ആഹാരത്തിൽ ഈ മസാല നുള്ളിയിട്ടാൽ മതി. എന്നിട്ട് അന്നപൂർണമ്മയുടെ അത്ഭുതം കാണ്. വിദ്യയും അവളുടെ അമ്മായിയമ്മയും പിന്നെ മുൻപിൽ 2 കൈയും കുപ്പി മസാല പാത്രം വാങ്ങിച്ചു. വിദ്യ സന്തോഷപൂർവ്വം ആഹാരം ഉണ്ടാക്കി. ആഹാരത്തിന്റെ മണം കാരണം മനോജിന്റെ അമ്മയ്ക്കും ഒരുപാട് സന്തോഷമുണ്ടായി. രാത്രിയിൽ മനോജ് ഒരുപാട് വൈകിയാണ് വന്നത്. വന്നിട്ട് പറഞ്ഞു, ഞാൻ ഓഫീസിലെ ആൾക്കാരോടൊപ്പം ഒരാഴ്ചത്തേക്കുള്ള ബിസിനസ് ട്രിപ്പിന് പോവാണ്. രാവിലെ നേരത്തെ പോകേണ്ടതുകൊണ്ട് ഞാനൊന്ന് കിടക്കാൻ പോവാ. പക്ഷേ മനോജ് ആഹാരം ഞാൻ കഴിച്ചു. എനിക്ക് പുലർച്ചെ 5 മണിക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് കഴിക്കാനൊന്നും എടുക്കണ്ട. വിദ്യയ്ക്കും മനോജിന്റെ അമ്മയ്ക്കും ഒരുപാട് വിഷമമുണ്ടായി. അവര് വിചാരിച്ചത് അവസാനം മനോജ് അവരുണ്ടാക്കിയ ആഹാരം കഴിച്ച് ഒരുപാട് സന്തോഷിക്കുമെന്നാണ്. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് തന്നെ വിദ്യയും മനോജിന്റെ അമ്മയും എഴുന്നേൽക്കുന്നതിന് മുൻപേ തന്നെ മനോജ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ആഹാരത്തിലെ അവരിട്ട മസാലയുടെ അത്ഭുതം കാണാൻ 2 പേരും ഒരാഴ്ച കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. രാത്രിയത്തെ ആഹാരത്തിൽ നിന്നും മിച്ചം വന്ന ആഹാരം വിദ്യ അയൽക്കാർക്ക് കുറച്ചായി പങ്കുവെച്ചു കൊടുത്തു. വിദ്യ, നീ ഇന്നലെ തന്നത് ഏത് ഹോട്ടലിലെ ആഹാരമായിരുന്നു? എന്റെ കുട്ടികൾ നന്നായിട്ട് ആസ്വദിച്ചു കഴിച്ചു. അതെ, നീ പറഞ്ഞത് ശരിയാ. ഇത്രയും രുചിയുള്ള ആഹാരം എന്റെ ജീവിതത്തിൽ ഞാൻ മുൻപേ കഴിച്ചിട്ടേ ഇല്ല. അത് ഹോട്ടലിലെ ആഹാരമല്ല, ഞാൻ എന്റെ വീട്ടിൽ ഉണ്ടാക്കിയ ആഹാരമാണ്. എന്നാ ഞാൻ പറയട്ടെ വിദ്യേ, നീ ഒരു ഹോട്ടൽ അങ്ങ് തുടങ്ങ്. ആഹാരം വാങ്ങിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കും. പറഞ്ഞത് ശരിയാ, ഒരു ഹോട്ടൽ അങ്ങ് തുടങ്ങ് വിദ്യ. നിന്റെ ആഹാരം കഴിക്കാൻ ആൾക്കാർ ഇങ്ങ് കൂടി നിൽക്കും. ഇത് കേട്ടപ്പോൾ വിദ്യയ്ക്ക് സന്തോഷമായി. അവൾ അമ്മായിയമ്മയുടെ അടുത്തെത്തി. 2 പേരും ഒരുപാട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. ഇപ്പോൾ വിദ്യ ആഹാരം ഉണ്ടാക്കുമ്പോഴെല്ലാം നാട്ടുകാരെല്ലാവരും അതിന്റെ മണം കാരണം സന്തോഷിക്കുമായിരുന്നു. ഒരുപാട് ആൾക്കാര് ആഹാരം രുചിച്ചു നോക്കാൻ അവിടെ എത്തി. എന്നിട്ട് എല്ലാവരും വിദ്യയോട് പറഞ്ഞത് ഒരു കാര്യം മാത്രം: അവൾ എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ തുടങ്ങണമെന്ന്. അവസാനം അമ്മായിയമ്മയും മരുമകളും തീരുമാനിച്ചു. വീടിനു മുൻപിൽ ഒരു ചെറിയ തട്ടുകട തുടങ്ങാൻ പറ്റുമെന്ന്. 2 ദിവസത്തിനകം തന്നെ അവരൊരു തട്ടുകട തുടങ്ങി. അവരുടെ ആഹാരം കഴിക്കാൻ തട്ടുകടയിന് മുൻപിൽ ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു. അമ്മേ, മനോജ് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞല്ലോ. ഇന്ന് അദ്ദേഹം തിരിച്ചു വന്ന് നമ്മൾ ഉണ്ടാക്കിയ ആഹാരം കഴിച്ച് എന്തുമാത്രം സന്തോഷിക്കും അല്ലേ? അദ്ദേഹം എത്രയും പെട്ടെന്ന് എത്തണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെ മോളെ, ഞാനും അവനെ കാത്താണ് ഇവിടെ ഇരിക്കുന്നത്. മനോജ് വീട്ടിൽ വന്ന് നീ ഉണ്ടാക്കിയ ആഹാരം കഴിച്ച നിന്നെ അവൻ ശരിക്കും അഭിനന്ദിക്കും. പക്ഷേ മനോജ് വീട്ടിൽ വന്ന് അവരുടെ മുൻപിൽ കരഞ്ഞു. ഒന്നും മനസ്സിലാകാതെ വിദ്യയും അമ്മായിയമ്മയും അവനെ നോക്കി. കുറച്ചു നേരം കഴിഞ്ഞ് മനോജ് അവരോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം വിദ്യ. അമ്മയും എന്നോട് ക്ഷമിക്കണം. എന്താ നിങ്ങൾ ഈ പറയുന്നേ? എന്തിനാ നിങ്ങൾ മാപ്പ് ചോദിക്കുന്നേ? മോനെ, കാര്യം എന്താണെന്ന് പറ. അമ്മേ, വിദ്യ, ഞാനൊരു ബിസിനസ് ട്രിപ്പിനല്ല, പ്രിയങ്കയോടൊപ്പം ആരും അറിയാതെ വിവാഹം കഴിക്കാൻ പോയതായിരുന്നു. ഞാൻ വിചാരിച്ചു ഒരാഴ്ച ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞ് ആരും അറിയാതെ ദൂരെ എങ്ങോട്ടെങ്കിലും പോയി വിവാഹം കഴിക്കാമെന്ന്. എടാ നാണം കെട്ടവനെ, നിന്നെ അങ്ങ് ക്ഷമിക്കുമെന്ന് നീ വിചാരിച്ചു? ആ പ്രിയങ്കയാണെങ്കിലോ എന്നോട് കള്ളക്കഥ പറഞ്ഞ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഹോട്ടലിൽ നിന്ന് ആഹാരം മേടിച്ചായിരുന്നു എനിക്ക് തന്നത്. എന്റെ കയ്യിലുള്ള പണം മുഴുവനും തീർത്തു അവള്. എന്റെ ആരോഗ്യത്തെയും അത് ബാധിച്ചു. പക്ഷെ ഒരു പ്രാവശ്യം പോലും വീട്ടിലെ ആഹാരം എനിക്ക് അവള് കഴിക്കാൻ തന്നില്ല.
അവളോടൊപ്പം 7 ദിവസം കഴിഞ്ഞു എന്നുള്ള കുറ്റബോധം എനിക്കുണ്ട്. എന്നോട് ക്ഷമിക്കൂ വിദ്യയെ. ഞങ്ങൾ നിന്നോട് ക്ഷമിക്കില്ല. നീ എന്താ വിചാരിച്ചത്? നീ എന്തു തന്നെ ചെയ്താലും ഞങ്ങൾ നിനക്ക് മാപ്പ് തരുമെന്നാണോ? വിദ്യ ഒന്നും പറയാതെ കരഞ്ഞോണ്ട് രണ്ടുപേരുടെ സംസാരം കേട്ടോണ്ട് നിന്നു. കുറച്ചു നേരം കഴിഞ്ഞ് വിദ്യ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് മനോജ്. എന്നിട്ടും നിങ്ങളോ? എത്ര എളുപ്പത്തിലാണ് വേറൊരു വിവാഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചത്. ഞാൻ ഇനി ഒരിക്കലും നിന്റെ ആഹാരത്തെക്കുറിച്ച് കുറ്റം പറയുകയില്ല വിദ്യയെ. ഈ പ്രാവശ്യമെങ്കിലും എന്നോടൊന്ന് ക്ഷമിക്കൂ വിദ്യയെ. വിദ്യയും മനോജിന്റെ അമ്മയും ചേർന്ന് മനോജിനെ വീട്ടിൽ നിന്നും തള്ളി അവർ പുറത്താക്കി. പക്ഷേ പോകുന്നതിനു മുൻപേ അവന്റെ വീട്ടിന്റെ മുറ്റത്തു നിന്നും തട്ടുകടയിൽ നിൽക്കുന്ന ക്യൂ കണ്ട് അവൻ ആശ്ചര്യപ്പെട്ടു. ആൾക്കാര് ക്യൂ നിന്ന് ആഹാരം വാങ്ങിക്കുന്നത് കണ്ടപ്പോൾ മനോജിന് ആഹാരം രുചിച്ചു നോക്കാൻ തോന്നി. ആഹാരം കഴിച്ചപ്പോൾ അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. അവന്റെ ഭാര്യ ഉണ്ടാക്കിയ ഈ ആഹാരം ഏതൊരു ഹോട്ടലിലെ ആഹാരത്തിനേക്കാൾ വളരെ നല്ലതായിരുന്നു. വിദ്യയും അവളുടെ അമ്മയും അത്ഭുതമുള്ള മസാലയുടെ സഹായത്തോടുകൂടി ഗ്രാമത്തിലെ അറിയപ്പെടുന്ന ഹോട്ടൽക്കാരായി മാറി. എന്നിട്ട് മനോജ് ഏതോ ഒരു മരത്തിന്റെ അടിയിലിരുന്ന് നിർഭാഗ്യത്തെ കുറ്റം പറഞ്ഞു.